ന്യൂസിലാൻഡിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. 2026 ജൂൺ 1 ഓൺവേർഡ്സ് അക്രഡിറ്റഡ് എംപ്ലോയർ വർക്ക് വിസ ഇംഗ്ലീഷ് റിക്വയർമെന്റിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇനി AEW വിസ അപ്ലൈ ചെയ്യുന്ന ചിലർക്ക് ഇംഗ്ലീഷ് റിക്വയർമെന്റ് ബാധകമായിരിക്കും. ന്യൂസിലാൻഡിൽ കറന്റ്ലി സ്കിൽ ലെവൽ 4-5 കാറ്റഗറിയിലുള്ളവർക്കാണ് ആക്ച്വലി ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് നിർബന്ധമായിട്ടുള്ളത്. പക്ഷേ 2026 ജൂൺ ഓൺവേർഡ്സ് ഓസ്ട്രേലിയൻ ആൻഡ് ന്യൂസിലാൻഡ് സ്റ്റാൻഡേർഡ് ക്ലാസിഫിക്കേഷൻ ഒക്യുപ്പേഷൻസിനും അതുപോലെ തന്നെ നാഷണൽ ഒക്യുപ്പേഷൻ ലിസ്റ്റിലുള്ള ജോലികൾക്കുമാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ്സ് വേണ്ടി വരിക. ഇത് തെളിയിക്കാനായിട്ട് നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് അതുപോലെ തന്നെ വർക്ക് സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസും അല്ലെങ്കിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് ടെസ്റ്റും നിങ്ങൾക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ എല്ലാ കാറ്റഗറിയിലുള്ള വിസകൾക്കും ഇത് ബാധകമല്ല. ഈ കാറ്റഗറിയിൽ പെടാത്ത വിസകൾ എന്ന് പറയുന്നത് സീസണൽ വർക്ക് വിസയും പീക്ക് സീസണൽ വിസ, ജോബ് ചേഞ്ച് ആപ്ലിക്കേഷൻ എന്നിവകൾക്ക് ഈ റൂൾ ചേഞ്ച് ബാധകമായിട്ട് വരുന്നില്ല. ഇപ്പൊ കറന്റ്ലി നിങ്ങൾ ഒരു അക്രഡിറ്റഡ് എംപ്ലോയറുടെ വർക്ക് വിസയിലാണ്. നിങ്ങളുടെ വിസ ഡിസംബർ 1 അല്ലെങ്കിൽ അതിനു മുൻപോ എക്സ്പയറി ആണെങ്കിൽ നിങ്ങൾ പുതിയൊരു വിസ അപ്ലൈ ആണ്. അപ്പോൾ ഈ നിയമം നിങ്ങൾക്ക് ബാധകമായിരിക്കില്ല. നിങ്ങൾ ന്യൂസിലാൻഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ഫ്യൂച്ചറിൽ പ്ലാൻ ഉള്ളവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ന്യൂസിലാൻഡിൽ മോർ റിലേറ്റഡ് ടിപ്സിനായിട്ട് എന്റെ അക്കൗണ്ട് ഫോളോ ചെയ്യാനും മറക്കരുത്. താങ്ക്